പൊന്നുഷ സന്ധ്യയെ ചിരിച്ചു, മധ്യാന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻജന്മം നീ തൊട്ടുണർത്തി. ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. ദിനേശിനും പ്രവീണയും വന്ന കാര്യം ഞാൻ മായയോട് പറഞ്ഞു. നീ അത് ഇതുവരെ വിട്ടില്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ? ദിനേശനും പ്രവീണയ്ക്കും ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. മായ എന്തു പറഞ്ഞു? മായ പറയുന്നത് അവള് പറഞ്ഞ മകള് കേക്കില്ലാന്ന്. ലച്ചു എന്തെങ്കിലും ഒരു കാര്യം അനുസരിക്കണമെങ്കിൽ തമ്പി സാറ് പറയണമെന്ന്. അല്ലാതെ വേറെ ആര് പറഞ്ഞാലും ലച്ചു കേക്കില്ലാന്ന്. ഞാൻ എന്ത് ചെയ്യണം? നീ അത് പറ. തമ്പി സാർ ലച്ചുവിനോട് പറയണം സഞ്ജുവും ലച്ചുവായിട്ടുള്ള കല്യാണം കാണാൻ തമ്പി സാറിന് ആഗ്രഹമുണ്ടെന്ന്. ഓ, എങ്കിൽ അത് നടക്കും, ഉറപ്പാ. പിന്നെ ഞാൻ മണ്ടനല്ല. വെറുതെ ഞാനൊരു ബന്ധം അവളിൽ അടിച്ചേൽപ്പിക്കില്ല. അതിനുവേണ്ടി ആരും കിനാവ് കാണുകയും വേണ്ട. അവൾക്ക് ഏത് വഴി പോകണമോ ആ വഴി പോകും. അവളെ ഞാൻ വേറെ വഴിയിലൂടെ പറഞ്ഞു വിടില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ആ ശാപം എന്റെ തലയിൽ വരും. ലച്ചു പറയുന്നതിന് ശരിയുണ്ട്. ഈ കാര്യത്തിൽ അവളുടെ ശരിയാണ് എന്റെയും ശരി. അതെ തമ്പി സാറേ. ആ മതി മതി. കനകരാജിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. മാഡം, ആ, ഞാൻ വന്നപ്പോ ഒരു അമ്മയും കുഞ്ഞും അവിടെ ഇരിക്കുന്ന കണ്ടല്ലോ. ആ കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. എന്താ കാര്യം? ഉങ്ങളെ പാക്കത്താ വന്നിருக்கு. കാര്യം എന്താന്ന് പറയൂ. ഇല്ല മാഡം, ഏതോ പെറ്റീഷൻ കൊടുക്കത്താ വന്നിருக்கா. ശരി, അവരെ കൂട്ടിക്കൊണ്ടുവരൂ. ശരി മാഡം. ആ പിന്നെ ആ പെൺകുട്ടി മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ആ കുഞ്ഞിനെ അവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വരാൻ പറയും. ശരി മാഡം. ഇരിക്കൂ. വേണം മാഡം, ഞാൻ ഇങ്ങേ നിൽக்கிறேன். നിങ്ങൾക്ക് ഇരിക്കാനാണ് കസേരയിട്ടിരിക്കുന്നത്. ഇരിക്കൂ പ്ലീസ്. എന്താ പേര്? தங்கம். പറയൂ. என்னோட குடில பொழிச்சு மாற்றுறதுக்கு சொல்றாங்க. நானும் என் 3 குழந்தைகளும் எங்க போறதுன்னு தெரியல. നിങ്ങൾ കരയാതിരിക്കൂ. இந்த அம்மா வந்து கொஞ்சம் பேட் சிச்சுவேஷன்ல தான் இருக்கு. ரொம்ப நாளா அந்த ஊர்ல தான் இருக்கு. இப்போ அந்த இடம் வந்து வேற ஆள்கிட்ட சொல்லி அவங்க இறங்கி போக சொல்லியிருக்கேன். அங்க இருந்து இறங்கി പോകാൻ முடியாதுன்னு ഇവര് சொல்லியிருக்கேன். നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എത്ര കുട്ടികളുണ്ട്? 3. ഹസ്ബൻഡ് ഇല്ലേ? இந்த அம்மைக்கு இதுவரைக்கும் திருமணம் ஆகல மேடம். ഞാൻ ഈ നിവേദനം പരിശോധിച്ചിട്ട് വേണ്ടത് ചെയ്യാം. ആ സ്ഥലം റവന്യൂ ഭൂമിയാണോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്ന് അറിയണം. ഉടനെ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ബന്ധപ്പെട്ടവർ ഉടനെ നിങ്ങളുടെ സ്ഥലം കാണാൻ വരും. അതിങ്ങ് തന്നോളൂ. மேடம், அந்த வீட்ல இருந்து எங்களை இறக்கி விட்டு நாங்க அப்புறம் உசுரோட இருக்க மாட்டோம். നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള സൗകര്യം ഞാൻ കണ്ടെത്തി തരും. സമാധാനമായിട്ട് പോയിക്കോളൂ.
3 മക്കളുടെ അമ്മ. ഇതുവരെ കല്യാണം കഴിഞ്ഞില്ല. அவரு ஆதிவாசி ஊர்ல பொண்ணு மேடம். அங்க பல பொண்ணுங்களும் இப்படிதான் கல்யாணத்துக்கு முன்னாடியே புள்ள பெத்துடும். அந்த பிள்ளைக்கு சூண்டி காட்டான் அப்பம் காணாது. இப்ப வந்த பொண்ணும் அப்படிதான் மேடம். നിങ്ങൾ ഇതിന്റെ റിപ്പോർട്ട് സ്ഥലം വില്ലേജ് ഓഫീസർക്ക് ഇന്ന് തന്നെ അയക്കണം. മറുപടി എനിക്ക് ഉടനെ കിട്ടണം. ஓகே மேடம். ശരി, പോയിക്കോ. அவரு ஆதிவாசி ஊர்ல பொண்ணு மேடம். அங்க பல பொண்ணுங்களும் இப்படிதான் கல்யாணத்துக்கு முன்னாடியே புள்ள பெத்துடும். എന്താ മോളെ, സുഖമില്ലേ? മുഖമല്ലാതിരിക്കുന്നു. ജോലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ജോലിയിൽ പ്രശ്നമുള്ളതൊന്നുമില്ല മായമേ. ഇന്നൊരു സ്ത്രീ അവരുടെ ചെറിയ കുഞ്ഞുമായിട്ട് ഓഫീസിൽ വന്നു. സഹായം പ്രതീക്ഷിച്ച് ഒരുപാട് പേര് വരും. ആരും പറഞ്ഞില്ലെങ്കിലും കഴിയുന്ന സഹായമൊക്കെ നീ ചെയ്തു കൊടുക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ആ സ്ത്രീയെ വിളിച്ച് സംസാരിച്ചു. അവർക്ക് വേണ്ടത് ഇപ്പൊ താമസിക്കുന്ന കുടില് നിലനിർത്തി കൊടുക്കുകയാണ്. പക്ഷെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് അവർ അവിവാഹിതയായ 3 കുട്ടികളുടെ അമ്മയാണെന്നുള്ള സത്യമായിരുന്നു. ആ കുട്ടികൾക്ക് പിതാവിനെ അറിയില്ല. ആരെ ചൂണ്ടിക്കാണിക്കണമെന്ന് അവൾക്കും അറിയില്ല. അവളെ ചെറുപ്പത്തിലെ അബ്യൂസ് ചെയ്യപ്പെട്ട പെൺകുട്ടിയാ. എത്രയോ പുരുഷന്മാരുടെ ചൂഷണത്തിനിരയായവൾ. ആദിവാസി ഊരിൽ ജീവിക്കുന്ന ചിലരുടെ അവസ്ഥകൾ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആദിവാസി മേഖലയില് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മോളെ. അവർക്ക് സേവനം ചെയ്യാനെന്നും പറഞ്ഞു വരുന്ന ചിലരാ ആ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന. പുരുഷന്മാർക്ക് മദ്യവും മയക്കുമരുന്നും കൊടുത്ത് അവരെ വശപ്പെടുത്തും. പിന്നീട് അവർക്ക് അതിൽ നിന്ന് ഒരു മോചനവും ഉണ്ടാവില്ല. അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അവിടെ പോയി നീ എന്ത് ചെയ്യാനാ? സഹായം ചോദിച്ച് ആരെങ്കിലും വന്നാ പോലും രാഷ്ട്രീയക്കാരുടെ സ്വാധീനം മറികടന്ന് നിനക്കൊന്നും ചെയ്യാനാവില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി നീ തലയിടരുത്. എന്നാലും അമ്മ, ജീവിതം ഒരു കരക്കെത്തി തുടങ്ങിയതേ ഉള്ളൂ. എന്റെ പ്രതീക്ഷകളെ നീ ഇല്ലാതാക്കൂ. മോൾ അത്താഴം കഴിക്കാൻ വാ. ആ പെങ്കൊച്ചിന് ഉറങ്ങാനുള്ളതാ. വാ. ആ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടണം. ലേറ്റ് ആവരുത്. ദയവായിട്ട് ഒരു എക്സ്ക്യൂസ് കേൾപ്പിക്കരുത്. എനിക്കൊരു മുത്തുവേൽ വിനായകത്തിന്റെ വീരകഥ കേട്ടിരിക്കാൻ സമയവും ഇല്ല. ഓക്കെ மேடம், மேடத்தை பார்க்கறதுக்கு ஒரு பார்ட்டி லீடர் வந்திருக்கு. പുറത്ത് വേറെ ആൾക്കാർ വെയിറ്റ് ചെയ്യല്ലേ? അയാളോട് വെയിറ്റ് ചെയ്യാൻ പറ. அப்படி சொல்ல முடியாது மேடம். அவரு கடகകക്ഷിയിലെ ആളാ. அவருக்கு വലിയ പിടിപാടെല്ലാം இருக்கு. எதுக்கு நம்ம വെറുതെ പ്രശ്നം ഉണ്ടാക്കണം? இங்க இப்படிதான் மேடம். അടുത്ത ആളെ കൂപ്പിട്ടാലും இந்த ആള് தான் ഏറി വരും. ശരി, അയാളോട് വരാൻ പറ. வணக்கம் அம்மா. என் பேரு முத்துவேல். முத்துவேல் விநாயகம். நீங்க மலையாளியா? எனக்கு மலையாளம் தெரியும். இந்த மாவட்டத்திலே
16 MLA-மார் இருக்கிற கட்சியானுடையது. நீங்க இங்க புதுசா, அதுதான் இந்த ஆவேசம். ആള് പുതിയതായാലും ഇരിക്കുന്ന കസേര പഴയതാ. സർ, നിങ്ങൾ വന്ന കാര്യം പറ. என் பேர்ல இந்த ஏரியில கொஞ்சம் இடம் இருக்கு. அங்க இந்த குடிக்கடப்புக்காரெல்லாம் வந்து ஸ்டே பண்ணிட்டு இருக்க. அங்க ஒரு பெரிய ஹாஸ்பிட்டல் ஒன்று கட்டணும். அதுதான் என்னோட லட்சியம். ஆனா அவங்க ஒழிஞ்சு போகாது. 18 ஃபேமிலி இருக்கு. அவங்க எல்லாம் உங்ககிட்ட வந்தாங்க. ஏதோ பெட்டிஷனோ கொடுத்ததுன்னு எனக்கு தெரிஞ்சது. வில்லேஜ் ஆபீஸ்ல இருந்து அந்த ஃபைல் மூவ் ஆகாது. அதுக்கு வந்து முத்துவேல் விநாயகன் தீர்ப்பு கல்பிக்கும். சொல்லி கொடுற. மேடம், அங்க தங்க இங்க வந்து சொன்ன ட்ரைபல் பெட்டிஷனை பத்தி சொன்ன விஷயம் தான் இது. இந்த லீடருക്കെതിരെ தான் அந்த பொண்ணு பெட்டிഷൻ കൊടുത്തത്. അതെ, നിങ്ങൾ പറയുന്ന അനുസരിക്കലല്ല എന്റെ പണി. ഞാൻ രേഖകളൊന്ന് പരിശോധിക്കട്ടെ. ஏய், அதிகமா பேசாதே. நீங்க எடுத்திருக்க எல்லா நடപടിയും இப்ப ஸ்டாப் பண்ணணும். അത് റവന്യൂ ഭൂമിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. அது தீர்மானிக்கிறது யாரு? நீங்களா? അതെ. നിങ്ങൾക്ക് എന്താ സംശയമുണ്ടോ? அப்ப ரொம்ப நாள் இங்க இருக்கான ஆசை இல்லையா? എനിക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ ജോലി ചെയ്യുന്നത് സത്യസന്ധമായിട്ടായിരിക്കും. നിങ്ങളുടെ ഭീഷണി എന്നോട് വേണ്ട മിസ്റ്റർ. இங்க கேட்டா தெரியும் என்ன பத்தி. என்னோட விளையாடாம வந்த யாரும் இன்னே வர நேர போயிட்டில்லம்மா. நீங்க ஒரு பெண்ணாய் போயாச்சு. இல்லனா നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. நடபடி வெங்காயம். இந்த முத்துவேல் விநாயகர் யாருன்னு உனக்கு தெரிய வைக்கிறேன். ஞாபகம் வச்சுக்கோ. மேடம், இது വലിയ പ്രശ്നമായിടും. തനിക്ക് നാണോ ഇല്ലേടോ? ഇവരൊക്കെ ഊറ്റി കുടിക്കുന്നതേ പാവങ്ങളുടെ ചോരയാ. മാഡം, മനസ്സിലായില്ല. എൻ്റെ പേര് സുകന്യ. സ്ഥലം പാലക്കാടാ. ഞാനൊരു ആക്ടിവിസ്റ്റ് ആണ്. പിന്നെ എഴുത്തുകാരി കൂടിയാ. ഉം. ഒരാവശ്യത്തിന് കളക്ടർ ഓഫീസിൽ വന്നതാ. മാമിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. താങ്ക്സ്. എനിക്കിവിടെ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. സുകന്യ ജേർണലിസ്റ്റ് ആണോ? ഫ്രീലാൻസ് ജേർണലിസ്റ്റ് കൂടിയാണ്. പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. എന്റെ സ്ഥലം ഒറ്റപ്പാലത്താ. യാദൃശികമായിട്ട് ഇവിടെ വന്നതാ. എനിക്ക് ഈ സ്ഥലം വിട്ടു പോകാൻ തോന്നുന്നില്ല. ചില ആൾക്കാർക്ക് ചില സ്ഥലങ്ങൾ ഇഷ്ടമാണല്ലോ. ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്. അതുകൊണ്ടാ ഇവിടെ നിൽക്കുന്നത്. പുസ്തകത്തിന്റെ രചന പൂർത്തിയായ ഞാൻ തിരിച്ചു പോകും. ഉം. ഈ നാടുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട സബ്ജക്റ്റ് ആണെന്ന് ഊഹിക്കാം അല്ലേ? അങ്ങനെയും പറയാം. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്ന കുറെ ആദിവാസികളെയാണ്. അവരുടെ നേരിന്റെ കഥയാണ് ഞാൻ പുസ്തക രൂപത്തിലാക്കുന്നത്. ഫിക്ഷൻ ആണോ എന്ന് ചോദിച്ചാ അങ്ങനെയും പറയാം. ആ, സുകന്യ പറഞ്ഞത് ശരിയാ. ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. എന്നെ കാണാൻ ഒരു പെൺകുട്ടി വന്നിരുന്നു. അവള് 3 കുട്ടികളുടെ അമ്മയാ. ഒരു കിടപ്പാടം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവള് വന്നത്. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ വന്ന് പ്രശ്നമുണ്ടാക്കി. അത് അയാളുടെ ഭൂമിയാണെന്ന് പറഞ്ഞ. അതൊക്കെ ഇവിടെ പുതുമയുള്ള കാര്യമല്ല. തങ്കമല്ലേ മാമിനെ കാണാൻ വന്നത്? അതെ, എനിക്കറിയാം അവളെ. ഇവിടെ ഒരുപാട് ആദിവാസി ഊരുകളുണ്ടോ? ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ ആദിവാസി ഊരുകളുണ്ട്. അവിടെ നടക്കുന്നതൊന്നും ശരിക്കും മാമിനെ പോലുള്ളവർ അറിയുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറയുന്നതാവും ശരി. ഗിരിപുരത്ത് ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്. നെറ്റിൽ സെർച്ച് ചെയ്താ പുള്ളിക്കാരന്റെ വീഡിയോ കിട്ടും. അയാള് നമ്മുടെ സംസ്ഥാനത്താണ്. ഒരു അധ്യാപകനായിട്ട് ഗിരിപുരത്ത് പോയതാ. പുള്ളിക്കാരൻ പഠിപ്പിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ലാതെ വന്നപ്പോ
ചിലർ ചേർന്ന് അദ്ദേഹത്തിന്റെ ജോലി കളഞ്ഞു, സ്കൂള് പൂട്ടിച്ചു. പക്ഷേ ആ മനുഷ്യൻ തോറ്റുകൊടുത്തില്ല. അദ്ദേഹം ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. എന്താ അദ്ദേഹത്തിന്റെ പേര്? വിശാഖൻ. വിശാഖൻ അവിടെയുള്ള ആൾക്കാരെ യോജിപ്പിച്ച് ലഹരി മാഫിയയെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാ. അവിടെയുള്ള പലരും ലഹരി മാഫിയയുടെ കയ്യിലാ. അവിടെ എത്രയോ അവിവാഹിതരായ അമ്മമാരുണ്ടെന്നറിയോ? ഗിരിപുരത്തെ സ്ത്രീകളിൽ ഭൂരിഭാഗവും അവിവാഹിതരായ അമ്മമാരാണ്. പുറത്തുനിന്ന് വരുന്നവരാ പാവപ്പെട്ട പെൺകുട്ടികളെ ചതിക്കുന്നത്. ഞാൻ ആവേശത്തോടെ ഈ ജോലിയിലേക്ക് വന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ വല്ലാത്ത വീർപ്പുമുട്ടില്ല. മാമിന് കഴിയുന്ന പോലെ സഹായിക്കണം. നമുക്കിനിയും കാണണം. സുഗന്യയുടെ നമ്പറും തരാമോ? അതിനെന്താ? ആ. 906 ശരി, ഞാൻ പോട്ടെ. ശരി. ഹലോ. ശരി സാർ. ഓക്കെ സാർ, അങ്ങനെ ചെയ്യാം. എന്താ മോളെ? മായമേ, മിനിസ്റ്റർ എപ്പോ വിളിച്ചേ? മിനിസ്റ്ററോ? എന്തിനാ വിളിച്ചേ? ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ ഒരു ആദിവാസി പെൺകുട്ടിയുടെ കാര്യം. അവളുടെ കുടുംബത്തെ കുടിയിറക്കുന്ന വിഷയല്ലേ? ആ ചെറിയ കുടുംബത്തിന് അവര് കഴിയുന്ന 5 സെന്റ് മണ്ണിന് പട്ടയം കൊടുക്കുന്നു എന്നറിഞ്ഞ് മിനിസ്റ്റർ വിളിച്ചതാ. അന്ന് വന്ന രാഷ്ട്രീയക്കാരൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. ഇപ്പൊ ഞാൻ ആരായി? നീ വിചാരിക്കുന്നത് പോലെ എല്ലാവരെയും സഹായിക്കാൻ പറ്റില്ല മോളെ. എല്ലാത്തിനും ഒരു അതിർവരമുണ്ട്. അതിനകത്ത് നിന്ന് നിനക്ക് എന്തും ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല സങ്കടമുണ്ട്. ആ പെൺകുട്ടി 3 മക്കളെയും കൊണ്ട് കൊടി ഒഴിഞ്ഞ് എവിടെ പോകുന്നറിയില്ല. എനിക്ക് തലവേദനിക്കുന്നു. മോളിങ്ങനെ സങ്കടപ്പെടരുത്. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. സമചിത്തതയോടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം. നിനക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നല്ലാതെ നിന്റെ മുകളിലും ആൾക്കാരുണ്ടെന്നുള്ള കാര്യം നീ ഓർക്കണം. ആരംഭശൂരത്തൊന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇപ്പോഴേ ഇങ്ങനായ എന്ത് ചെയ്യും? എപ്പോഴും ഭരിക്കുന്നവരെ തന്നെ ഉദ്യോഗസ്ഥരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അവര് പറയുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. മോൾ ആ നടപടി തൽക്കാലം നിർത്തിവെക്ക. നിങ്ങളാണ് ഈ മണ്ണിന്റെ അവകാശികൾ. നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൊരുതണം. ചൂഷണം ചെയ്യാൻ വരുന്നവരെ നിങ്ങൾ ഇവിടുന്ന് ഓടിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ അവിവാഹിതരായ അമ്മമാരുടെ എണ്ണം കൂടും. പുറത്തുനിന്ന് വരുന്നവർക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. എനിക്കറിയാം അവളെ. തങ്കമെന്നല്ലേ അവളുടെ പേര്? അത് മൂത്തവേൽ വിനായകം എന്ന ആള് കയ്യേറിയ റവന്യൂ ഭൂമിയാ. അവിടെ അവളുടെ കുടുംബം വർഷങ്ങളായി താമസിക്കുന്നത്. പല കാര്യങ്ങൾക്കും അവൾ എൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്നു. പുതിയ കളക്ടർ സ്ത്രീയാണെന്നറിഞ്ഞ് വന്നതാ അവള്. അവരവിടെ നിന്നും കൊടിയൊഴിഞ്ഞാൽ സർക്കാർ അവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റും. അതിനല്പം സാവകാശം വേണ്ടി വരും. അതുവരെ അവളും കുടുംബം എവിടെ കഴിയും? അതൊരു ന്യായമായ ചോദ്യമല്ലേ?
അവൾ അവിടെ നിന്ന് പോകുന്നില്ല എന്നുള്ള വാശിയിലാ നിൽക്കുന്നത്. എത്രയോ വർഷം അവരവിടെ താമസിച്ചതാ. അവിടെയുള്ള കുറെ കുടുംബങ്ങളെ മൂത്തവേൽ വിനായക ഒഴിപ്പിച്ചു. അക്കൂട്ടത്തിൽ ആത്മഹത്യ ചെയ്തവരും ഉണ്ട്. ആത്മഹത്യയാണോ കൊന്നതാണോ എന്ന് ആർക്കറിയാം. ഈ ഒരു കുടുംബം മാത്രമേ ഇപ്പോ അവിടെ ഉള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ആ ഭൂമി അവൾക്ക് പതിച്ചു കൊടുക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോയപ്പോഴാ മുകളിൽ നിന്ന് സമ്മർദ്ദം വന്നത്. മാമിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭരണവർഗം ചെയ്യുന്ന എല്ലാത്തിനും ഒത്താശ ചെയ്യാനേ പറ്റൂ. സിസ്റ്റർ അതായി പോയില്ലേ. മാമിന്റെ പരിധിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അതല്ലെങ്കിൽ അവര് മാമിനെ തട്ടിക്കളിക്കും. എനിക്കിതൊന്നും അറിയാതെയല്ല, പക്ഷേ ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാ സത്യം. എനിക്കത് മനസ്സിലായി. എല്ലാ നിയമപരിരക്ഷയും സ്ത്രീകൾക്ക് ഈ രാജ്യം നൽകിയിട്ടും സ്ത്രീകൾ നിശബ്ദരായി പോവുകയാണ്. അവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ബോധവൽക്കരണം നടത്താൻ ആരും ഇല്ലാതെ പോകുന്നു. മേലാള വർഗം അവരുടെ പുരുഷന്മാരെ മദ്യത്തിലും മയക്കുമരുന്നിലും തളച്ചിട്ടിരിക്കുകയാണ്. സ്ത്രീക്കല്ലാതെ സ്ത്രീയുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ആർക്കും കഴിയില്ല.